ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ വൈശുസ്കൽ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ ഒക്കെ കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമിഴിൽ കണ്ടിട്ടുണ്ടാവും. തുമ്പിമോളുടെ ചോറൂണാണ്. ആക്ച്വലി 3 മാസം കഴിഞ്ഞ തുമ്പീൻ്റെ രണ്ടാമത്തെ പിറന്നാളാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ചു ഇത്രയും ഒരു ലാഗ് വന്നിട്ടുണ്ട്. അത് വേറെ ഒന്നുകൊണ്ടല്ല, ഒന്ന് എൻ്റെ മടി, രണ്ടാമത്തെ എൻ്റെ സമയക്കുറവ്, ഇതൊക്കെ കൊണ്ടാണ് ആ വീഡിയോ അങ്ങനെ അവിടെ കിടക്കണ്ടായിരുന്നത്. അപ്പോൾ എന്നാൾ ഞാൻ ആര്യൻ്റെ വീഡിയോ കണ്ടപ്പോൾ വിചാരിച്ചു, ഈശ്വര ഇതുപോലത്തെ ഒരു വീഡിയോ ഞാനും എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ഞാനിതുവരെ ഇട്ടിട്ടില്ലല്ലോ എന്ന്. പിന്നെ അന്ന് ആരൊക്കെ എന്നോട് ചോദിക്കുകയും ചെയ്തു, ചേച്ചി ഉണ്ണിയുടെ ചോറൂണിൻ്റെ വീഡിയോ ഇട്ടില്ലായിരുന്നോ എന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അവിടെ കിടക്കല്ലേ, എന്തായാലും എടുത്തിട്ടേക്കാം. കാരണം ഫോണെന്നാകുമ്പോൾ അത് എപ്പോഴെങ്കിലൊക്കെ ഒന്ന് എറേസ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ യൂട്യൂബിലാകുമ്പോൾ എപ്പോഴും നമുക്ക് സേഫാണ്. നമ്മുടെ മെമ്മറീസ് കളക്ട് ചെയ്ത് വെക്കാൻ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ യൂട്യൂബാണ്. അപ്പോൾ എന്തായാലും ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ട് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഓക്കെ ഓക്കെ. ഒരു ചോറൂണിനൊക്കെ പോകേണ്ട കുട്ടീനെ കിടപ്പാണ് ഇതെന്ന്. നിങ്ങളെടുക്കണോ? ഇടാൻ പറ്റുന്ന ടർക്കി ഞാൻ താഴത്തെ തന്നില്ല. എൻ്റെ അടുത്ത് കൂടെ ഉണ്ട്. അതന്നെ കൈകൊണ്ടുവരേണ്ട ആൾക്കാർ ആക്ച്വലി പോകുന്ന അന്ന് ഞങ്ങളുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ച്. അല്ലൂട്ട നല്ല ഉറക്കമായി പോയിട്ടോ. അങ്ങനെ എൻ്റെ ഏട്ടൻ്റെയും സെയിം ഡേറ്റിനാണ് ബർത്ത്ഡേ, നിങ്ങൾക്ക് അറിയാമല്ലേ. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവും, April 24 ഈ സംഭവം നടക്കുന്നത് ഗൈസ്. അപ്പം അന്നാണ് ഞങ്ങൾ പോകുന്നത്, അതുകൊണ്ട് കറക്റ്റ് ഡേറ്റ് അറിയാൻ പറ്റി. ഓക്കെ, അപ്പോൾ April 24 അങ്ങനെ ഞങ്ങൾ അന്ന് അവിടെ കേക്കൊക്കെ കട്ട് ചെയ്ത് ഞങ്ങൾ അങ്ങനെ അതും കൂടെ കഴിഞ്ഞിട്ട് വേണം ഇറങ്ങാൻ നിൽക്കുന്നത്. ഉഷമ്മ വരുന്നില്ല, കാരണം വീട്ടിൽ പശു ഉള്ളതുകൊണ്ട് ഒന്നുകിൽ അമ്മ ഒന്നുകിൽ അച്ഛൻ, അങ്ങനെ വരാൻ പറ്റും. രണ്ടുപേർക്കും കൂടെ ഒരുമിച്ച് എവിടെയും പോരാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ പോയത് ആകെ മൈസൂരാണ് കേട്ടോ. അന്ന് കല്യാണം കഴിഞ്ഞ പാട് ഞങ്ങൾ ദിനേശ് അച്ഛനും പാച്ചച്ഛനും അമ്മയും എല്ലാവരും പാടെ പോയൊരു ട്രിപ്പായിരുന്നു മൈസൂർ. മറക്കാൻ പറ്റാത്തൊരു ട്രിപ്പായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു. അപ്പോൾ ഏട്ടൻ എനിക്ക് ഗിഫ്റ്റൊക്കെ തന്നു ഗൈസ്. ഓ മൈ ഗാഡ്, ഇത് കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷത്തെയാന്ന് തോന്നുന്നു. ഓക്കെ, ഇനി ഈ ഏപ്രിലിൽ വരണം. ഓക്കെ, ഇതിപ്പോൾ എപ്പോഴും എനിക്കറിയാം കേട്ടോ, ഏട്ടൻ സർപ്രൈസ് ആയിരുന്നു. പക്ഷേ അത് അറിഞ്ഞുകൊണ്ടുള്ള സർപ്രൈസ് എന്ന് പറയില്ലേ, അതാണ്. സാധനം ഉള്ളിൽ എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു, പക്ഷേ സർപ്രൈസ് ഉണ്ടാവുമെന്ന് എനിക്ക് എല്ലാ ബർത്ത്ഡേ ആനിവേഴ്സറി ഒക്കത്തിനും അറിയാം. പക്ഷേ എന്നാലും ചേട്ടൻ സർപ്രൈസ് തന്നുകൊണ്ടിരിക്കും, ഞാനത് വാങ്ങിച്ചുകൊണ്ടിരിക്കും. അതാണ് ഞങ്ങൾ. എൻ്റെ ഒരു തടി നോക്കിയാലേ നല്ല തടി ഉണ്ടായിരുന്ന സമയത്തൊക്കെ വയറൊന്നും കുറഞ്ഞിട്ടേ ഇല്ല. എൻ്റെ തുമ്പിപ്പണ്ണ് നോക്കിയാൽ എൻ്റെ ഡുണ്ട് മോളായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും പാടെയാണ് പോകുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ പൊളിക്കാതെ കണ്ടപ്പോൾ ഏട്ടൻ തന്നെ അതൊക്കെ കഷ്ടപ്പെട്ട് പൊളിച്ച് കാണിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എനിക്കിഷ്ടമാണ് കേട്ടോ, എന്നോട് പറയാതെ എനിക്ക് വാങ്ങിത്തരുന്ന എന്തും, അതെന്താണെങ്കിലും എനിക്കിഷ്ടമാണ്. പക്ഷേ അത് പറയരുത്, എന്നോട് ചോദിക്കരുത് നിനക്ക് എന്താ വേണ്ടേ, അങ്ങനെ ചോദിക്കുന്നത് എനിക്കിഷ്ടമല്ല കേട്ടോ. എല്ലാം ഏട്ടൻ തന്നെ കണ്ടറിഞ്ഞ് വാങ്ങിത്തരുന്ന എന്ത് സാധനമാണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആദ്യമൊക്കെ അങ്ങനെയായിരുന്നു കേട്ടോ. കല്യാണം കഴിഞ്ഞ പാടൊക്കെ നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ പിന്നെ ഏട്ടന് മനസ്സിലായി എനിക്കത് ഇഷ്ടമല്ലെന്ന്. അത് എന്നോട് ചോദിച്ചിട്ട് എനിക്ക് ഗിഫ്റ്റ് വാങ്ങി തരുന്നത് എന്ത് രസമുള്ളതല്ലേ. അപ്പം അങ്ങനെ ചോദിക്കാതെ വാങ്ങി തരുന്നതാണ് എനിക്കിഷ്ടം. ഓക്കെ, പിന്നെ ഏട്ടൻ പഠിച്ച് ഗൈസ്, എൻ്റെ കൂടെ നിന്ന് ഏട്ടൻ പഠിച്ച്. ഓക്കെ, അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ ഇറങ്ങാൻ നിൽക്കുകയാണ്. ഞങ്ങളെല്ലാവരും ഒരു കാര്യത്തിൽ പിന്നെ പക്കയാണ്, എന്താ പറയുക, ഫുഡ്. അത് എവിടെ പോയാലും ഫുഡ് അടിക്കുന്ന കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. അപ്പോൾ പോകുമ്പോൾ തന്നെ ഞങ്ങളെ പരിപാടികളൊക്കെ തുടങ്ങി. നിങ്ങൾക്ക് എന്തൊരു സുഖ, അടുപ്പ് നിന്നാൽ മതി. അങ്ങനെ ഞങ്ങൾ നട്ടപ്പാതിരയ്ക്കാണ് പോണത്. ഫസ്റ്റ് പഴനിയാണ് കേട്ടോ ഞങ്ങൾ ആദ്യം പഴനി പോയി അവിടുന്ന് ചോറ് കൊടുത്ത് കഴിഞ്ഞ് അങ്ങനെ പിന്നെ ഗുരുവായൂർ, അത് കഴിഞ്ഞിട്ട് ആര്യൻ്റെ വീട്ടിലൊക്കെ പോയിട്ട് വരണം എന്നൊക്കെയാണ് പ്ലാൻ ഉണ്ടായിരുന്നത്. പിന്നെ പഴനിയിൽ അവൾക്കൊരു നേർച്ച എന്നല്ല, അവിടെ കൊണ്ടുപോയി ചോറ് കൊടുക്കാം എന്ന് മനസ്സിൽ കരുതിയതാണ്. പക്ഷേ മുട്ടയടിക്കുക അങ്ങനത്തെ ഒന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവളുടെ മുട്ടയടിച്ച പിന്നെയാണല്ലോ.
അങ്ങനെ ഞങ്ങൾ പുലർച്ചെ ആകുമ്പോഴാണ് കേട്ടോ അവിടെ എത്തിയത്. ആ ഒരു തമിഴ്നാട്ടിലെ കടന്നപ്പോൾ തന്നെ മീൻസ് പഴനി ആ ഒരു ഏരിയയിലേക്ക് എത്തിയപ്പോൾ തന്നെ വേറൊരു കാലാവസ്ഥ തന്നെയായിരുന്നു കേട്ടോ. നല്ല ആംബിയൻസ് ആയിരുന്നു, കാണാൻ വേണ്ടി നല്ല ഭംഗിയായിരുന്നു കേട്ടോ. നമ്മൾ നമ്മുടെ കാറിലല്ല കേട്ടോ പോയത്, കാരണം നമ്മൾ ഇത്രയും ആൾക്കാരുണ്ട്. അപ്പോൾ 2 കാറിലായിട്ട് പോകുമ്പോൾ ഒരു രസമല്ല, അതുകൊണ്ട് ഒറ്റ കാറിൽ പോകാമെന്നാണ് അങ്ങനെ ഒരു വണ്ടി എടുത്തിട്ട് എല്ലാവരും പാടെ പോയത് കേട്ടോ. അങ്ങനെ മക്കളൊക്കെ നല്ല ഉറക്കമാണ്. നമ്മളങ്ങനെ അവിടെ എത്താനായി തുടങ്ങി ഗൈസ്. അപ്പവും വൈശാട്ടിനും മാറി മാറി ആട്ടോ വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങളിതാ ഏകദേശം എത്തി തുടങ്ങി. ഇനിയിപ്പോൾ അവിടെ പോയിട്ട് ഞങ്ങൾ റൂം എടുക്കലല്ല, നോർമലി പഴനി പോയിട്ട് ഞങ്ങൾ പാലാഴിമടം എന്ന് പറഞ്ഞ സ്ഥലം അവിടെയാണ് സ്റ്റേ ഉണ്ടാവാറ്. അമ്മയോട് ഞാൻ പറഞ്ഞു പൈസ എടുത്തോ? തന്നെ മതി. अच्छा പത്ത് രൂപ കടവിൽ ഒന്നാമത് കത്തിക്കാം. അതിന് 10 രൂപ. ചേച്ചിക്കൊരു പന്നാട്ടത് കമ്മി ഉണ്ടാകും. ചേച്ചിനോട് വാങ്ങിക്കാം. ആക്ച്വലി ഇങ്ങോട്ട് കയറുമ്പോഴുള്ള സീനായിരുന്നു നിങ്ങൾ കാണുന്നത് കേട്ടോ. എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ഡെലിവറി കഴിഞ്ഞിട്ട് ദേഹം അധികം അനങ്ങുന്നില്ലല്ലോ. ഇപ്പം അതിൻ്റെ മുകളിൽ സ്റ്റെപ്പൊക്കെ കയറി വരുമ്പോഴത്തേക്ക് ഞാൻ സൈഡായിട്ട് ഗൈസ്. പിന്നെ എന്നെ അച്ഛനൊക്കെ വലിച്ച് കയറ്റുകയാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അല്ലുടനൊക്കെ ഫുള്ള് നടന്നാ കയറിയത്, പക്ഷേ ഞാൻ ഫുള്ള് സൈഡായിരുന്നു. പിന്നെ എനിക്ക് പഴനി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ്. പറയുമ്പോൾ നമ്മൾ അവിടെ ചെന്നാൽ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷമൊന്നുമല്ല, ഭയങ്കര ഒച്ചപ്പാടും ഇതൊക്കെ തന്നെയായിരിക്കും. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഗുരുവായൂരാണെങ്കിൽ അതെ, വീണ്ടും വീണ്ടും പോകാൻ തോന്നുന്ന അമ്പലങ്ങളാണ് ഇതൊക്കെ. പിന്നെ നമ്മൾ റീൽസിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് വീഡിയോസ് എടുക്കലൊക്കെ ആയിരുന്നു കേട്ടോ. അശ്വിനി ഉണ്ടായിരുന്നല്ലോ, അപ്പം പിന്നെ ഞങ്ങൾ കുറേ ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ നല്ല രസമായിരുന്നു. എല്ലാവരും കൂടി ആയപ്പം അമ്മേനെയൊക്കെ മിസ് ചെയ്ത്. പിന്നെ കട്ടയും കല്യാണിന്നും ഇവിടെ ഇല്ലായിരുന്നല്ലോ. എനിക്ക് തോന്നുന്നു അന്ന് കല്യാണിക്ക് വരാൻ പറ്റുന്നുണ്ടായില്ല എന്ന് തോന്നുന്നു, അങ്ങനെ എന്തോ ആണ്. എന്തായാലും അവർ നാട്ടിലുണ്ടായിരുന്നില്ല.
അങ്ങനെ ഞങ്ങൾ പോവാണ്. ഈ ഒരു ഡ്രസ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചാട്ടോ, ഞാൻ ക്ലോത്ത് എടുത്ത് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചാണ്. ബ്ലൗസ് അപ്പൂൻ്റെ കല്യാണത്തിൻ്റെ സമയത്തുള്ള ബ്ലൗസാണ് കേട്ടോ. ഇതെനിക്ക് എപ്പോഴും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബ്ലൗസാണ്. നക്ഷത്ര ഡിസൈൻസും സ്റ്റിച്ച് ചെയ്തതാണ്. സ്റ്റിച്ചിങ് ആണെങ്കിലും വർക്കും ഒക്കെ എനിക്ക് അത്രയും പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള സാധനം. പക്ഷേ ഇതിപ്പോൾ എനിക്ക് കുറച്ച് ലൂസാണ് കേട്ടോ. അപ്പം ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും. ഞങ്ങളൊക്കെ വെള്ളം കുടിച്ച് സൈഡായി ഗൈസ്. കാരണം ഏട്ടൻ്റെ അല്ലോട്ടനൊക്കെ കണ്ടില്ല. ഉടനടിയായി കൂട്ടിയിട്ട് പോയി ഭക്ഷണം ചെയ്തോടാമെന്ന് പറഞ്ഞ് നിങ്ങളെ കണ്ടപ്പോൾ അങ്ങനെ പടി കയറി മുകളിലെത്തിയപ്പോഴത്തേക്ക് എൻ്റെ അവസ്ഥ ഇതായിരുന്നു കഴിച്ച് ഞാൻ ക്ഷീണിച്ചൊരു വശത്തായിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്തൊക്കെ ആണെങ്കിൽ നല്ല വെയിറ്റും ഉണ്ട്. കാരണം തുമ്പിമോള് സിസേറിയൻ ആയിരുന്നല്ലോ. അതിനുശേഷം ഞാൻ അങ്ങനെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എടുക്കുകയൊന്നും ചെയ്തില്ല. പിന്നെ ഫുൾ റെസ്റ്റ് ആയിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെതായ ക്ഷീണം എനിക്ക് നല്ല പോലെ ഉണ്ടായിരുന്നു. പിന്നെ വെയിറ്റും ഉണ്ടല്ലോ ഗൈസ്. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ചോറൂണുള്ള പരിപാടിയിലേക്ക് അവിടെ ഇരുന്നിട്ടാണ് കൊടുക്കുക കേട്ടോ. ഗുരുവായൂരൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ അമ്പലത്തിനുള്ളിൽ അതിനായിട്ട് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഞങ്ങൾക്ക് ഫുള്ള് പാലാഴി മഠത്തുനിന്ന് അവിടെ നിന്നാണ് കേട്ടോ എല്ലാം സെറ്റ് ചെയ്ത് തന്നത്. ഇതിങ്ങനെ പോയാൽ മതി, അവിടെ ഒരാളുണ്ടാവും. അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു ഹെൽപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്നാണ് ചോറ് കൊടുക്കുന്നത്. പക്ഷെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ പറയുക, നിങ്ങളെ മുഖത്തേക്കൊന്നും വെളിച്ചെത്തുന്നില്ല. ഇഷ്ടായോ ഇഷ്ടായോടാ? ഏട്ടൻ സെഡായി ഗൈസ്. അല്ലുട്ടൻ ഫുള്ള് ഞങ്ങൾക്കിട്ട് പണിയായിരുന്നു കേട്ടോ. എല്ലാ സ്ഥലത്തും ചോറുണ്ട സമയത്ത് ഇവൻ ഫുള്ള് അലമ്പായിരുന്നു. തുറക്കില്ല, അവൻ എണീറ്റ് പോവുക, സീനായിരുന്നു കേട്ടോ. വൈചേട്ടന് പൊതുവേ അവനോടൊന്നും ദേഷ്യപ്പെടാത്ത ആളാ. പക്ഷേ ഇരിക്കടോ, ഇതൊന്ന് തിന്നടോ എന്നൊക്കെ പറയണ്ടേനു കേട്ടോ. അത്രയും ഓൻ കിടന്ന് ഇതാക്കുക, ആര് കൊടുത്തിട്ട് കഴിക്കണമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അവൻ്റെ പ്രായം അതാണല്ലോ, തുമ്പിക്ക് എണീറ്റ് ഓടാൻ പറ്റില്ല. അവളാണ് ഇരുന്ന് കഴിക്കുന്നുണ്ട്. അവളാണെങ്കിൽ മാമൻ്റെ മടിയിലാണല്ലോ. അച്ഛൻ്റെ മടിയിൽ എപ്പോഴും, അതായത് വൈചേട്ടൻ്റെ മടിയിൽ എപ്പോഴും അല്ലുട്ടനായിരുന്നു. ചേട്ടൻ്റെ മോൻ കണ്ടോ, എനിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു മോൻ പോയിട്ടോ. പിന്നെ മോക്കെങ്കിലും മോക്ക് കൊടുക്കട്ടെ എന്നിട്ട് ഏട്ടൻ കൊടുക്കുകയാണ് ഗെയ്സ്. തുമ്പിപ്പെണ്ണ് അന്നും ഇന്നും എന്നും അങ്ങനെ തന്നെയാന്ന് തോന്നുന്നു. മധുരപ്രിയാണ് കേട്ടോ. അവിടുത്തെ അമ്മേനെ പോലെ ഉഷമ്മ വൻ മധുരപ്രിയായിട്ട്. ഞാനൊക്കെ പറയുന്നുണ്ട് അമ്മയ്ക്ക് എന്താ ഷുഗർ വരാത്തതെന്ന് ഞാൻ ചോദിക്കില്ല. അത്രയ്ക്കും അമ്മ മധുരം കഴിക്കും. അതുപോലെ തന്നെയാണ് തുമ്പി. എത്ര മധുരം കൊടുത്താലും കഴിക്കും. ചില സമയമൊക്കെ അവിടെ നിന്ന് മധുരം കഴിച്ച് കിറങ്ങി കിടക്കുന്നത് കാണാം കേട്ടോ അവള് വീട്ടിൽ നിന്ന്. ഇപ്പോഴത്തെ കാര്യം പറയണേ. അങ്ങനെ അപ്പോൾ എല്ലാവരും ഇതാ മാറി കൊടുക്കുന്നുണ്ട്. അവർക്ക് രണ്ടുപേർക്കല്ല, അവൾക്ക്, അവനത് അവിടെ എവിടെയോ ഉണ്ട് കേട്ടോ. പിന്നെ അല്ലൂട്ടനും തുമ്പിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും ഉഷമ്മ മാത്രം ഉണ്ടായില്ല. പിന്നെ ഞങ്ങൾ തറവാട്ടിൽ നിന്ന് കൊടുത്തപ്പോൾ ഒക്കെ അമ്മയുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും എനിക്ക് അച്ഛനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിപ്പോൾ ഓരോ നിമിഷവും, ഇപ്പോഴാണെങ്കിൽ അപ്പോഴാണെങ്കിൽ എപ്പോഴും. കാരണം അച്ഛൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മുമ്പ് പഴനിക്കൊക്കെ പോകുമ്പോൾ ഫുൾ കോമഡി ആയിരുന്നു കേട്ടോ. കയറുന്ന സമയത്താണെങ്കിലൊക്കെ നടക്കുമ്പോഴും പാട്ട് പാടിയൊക്കെ നടക്കുക. ആൾക്കാർ നോക്കിയേ ഇതെന്താ അങ്ങനെ നല്ല രസമായിരുന്നു അച്ഛൻ. അപ്പോൾ അച്ഛനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എപ്പോഴും ആലോചിക്കും. അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഫുള്ള് ഓളായേനെ. എല്ലാവരും അത് പറയും. എപ്പം ഞങ്ങൾ എവിടെ പോകുമ്പോഴും അതാ പറയാം കേട്ടോ. അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ വേറൊരു വൈബ് തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ അത് അല്ലുട്ടനും കൊടുത്തു തുമ്പി അല്ലുട്ടനും അതൊക്കെ ഇഷ്ടമാണ്. ഓൻ കഴിക്കില്ലാന്നേ ഉള്ളൂ. അനിയത്തിക്ക് കൊടുക്കാനൊക്കെ ഇഷ്ടം. അത് ഇപ്പോഴും അങ്ങനെ കേട്ടോ. തുമ്പിക്ക് എന്തെങ്കിലും വാരി കൊടുക്കാനൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റാണ് മൂപ്പർക്ക്. ഇപ്പോൾ എടുത്തുകൊണ്ട് നടക്കലും അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഭയങ്കര ഏട്ടൻകളിയാണ്. അങ്ങനെ ഇതാ തുമ്പിമോളുടെ ചോറൂൺ അങ്ങനെ അവിടുന്ന് കഴിഞ്ഞു. ഇനി ഞങ്ങൾ നെക്സ്റ്റ് ഗുരുവായൂർക്കുള്ള പ്ലാനാണ്. അപ്പം അമ്മ ചെയിനൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞങ്ങൾക്ക് ഇവിടേക്ക് അങ്ങനെയാണ്, ചോറൂട് കഴിഞ്ഞാലാണ് ചെയിനൊക്കെ ഇടുക. പക്ഷേ വേറെ കുറേ സ്ഥലത്തേക്ക് 28-നൊക്കെ പിന്നെ ചെയിൻ ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ സെൻറ്ററിൽ പൊട്ട് കുത്തുന്നതൊക്കെ ഞങ്ങൾക്ക് ചോറൂടിന് മാത്രമാണ് സെൻറ്ററിൽ പൊട്ടുത്തുക. അതുവരെ സൈഡിലാണ് പൊട്ട് കുത്തുക. ഓക്കെ, അപ്പോൾ ചെയിൻ ഇടുകയാണ് കേട്ടോ. മണിച്ചെയിനാണ് തുമ്പിക്കിട്ടത്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അല്ലോട്ടനൊക്കെ നമുക്ക് അടിച്ച് ചമക്കി ശരിയാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതാ തുമ്പിപ്പെണ്ണിന് ചെയിനൊക്കെ ഇട്ട് സുന്ദരിയാക്കിയിട്ടുണ്ട്.
അങ്ങനെ ചടങ്ങുകൾ കഴിഞ്ഞു. മാമനും അമ്മയും കൂടിയാണ് ചെയിനിടുക. ഞങ്ങൾക്ക് അമ്മ വീട്ടിൽ നിന്നാണ് ചെയിനിടുക കേട്ടോ. നിങ്ങളവിടേക്കൊക്കെ ഇങ്ങനെയൊക്കെ അറിയില്ല. ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട് കുറേ പേരുടെ. ഞാൻ ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതെന്താ എപ്പോഴേ ചെയിനിടണേ. അപ്പോൾ കോഴിക്കോട് തന്നെ വേറെ പല സ്ഥലങ്ങളിലും 28-നൊക്കെ ചെയിൻ ഇടുന്നവരുണ്ട്. കണ്ടോ അല്ലൂട്ടം പുതിയ ചെയിനൊക്കെ കിട്ടിയില്ല വെച്ചാൽ തൊട്ട് നോക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ തുമ്പിപ്പണ്ട് പിന്നെ കുറച്ച് അലമ്പായി തുടങ്ങി. അപ്പോൾ അതാ ഓളം എല്ലാം എടുത്ത് ഞങ്ങളിനി ചോറൂണ് കഴിഞ്ഞല്ലോ, ഇനി ഞങ്ങൾക്ക് അമ്പലം പ്രദക്ഷിണം വെക്കുകയും വഴിപാട് കഴിക്കുക അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പക്ഷേ ഞങ്ങൾ അവിടുന്ന് ഫുഡ് കഴിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും വലിയൊരു ക്യൂ ആയിരിക്കും എന്നൊക്കെ ആദ്യമേ പറയുന്നുണ്ട്. എന്നാലും വേണ്ടില്ല, നമ്മൾ ഇവിടെ വരെ വന്നിട്ട് ഫുഡ് കഴിക്കാതെ പോരുതല്ലോ. അങ്ങനെ ഞങ്ങൾ പ്രസാദം കഴിച്ചിട്ട് പോകണം എന്നുള്ളതുണ്ട്. ആര്യക്ക് സൈഡായി എല്ലാവരും സൈഡായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ഫോട്ടോഗ്രാഫർ അശ്വിനി എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേ ഫോട്ടോസൊക്കെ ഉണ്ട് കേട്ടോ. അന്നത്തെ എനിക്ക് തോന്നുന്നു അന്ന് ഞാനൊന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല. ഇപ്പോൾ നോക്കുമ്പോൾ അന്നൊന്നും അധികം ഞാൻ പോസ്റ്റ് ചെയ്തിട്ടേ ഇല്ലാന്ന് തോന്നുന്നു. ഏത് സമയാണോ പൈസയായിട്ട് എന്തിനാ ഇങ്ങനെ വെയിലുള്ളത്? അപ്പോൾ നിങ്ങൾ നോക്കാൻ കാണുന്നില്ല. റോഡുകളോ വഴിയാത്രകളോ ഇല്ലാവുന്ന ഭക്തജനങ്ങളോ അറിയിക്കുന്നു. ഇത് മാമന്റെ മോളാണ്. ആണോ? തുമ്പി 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 ആമന്റെ കുട്ടി മാമന്റെ മോളാണ്. അപ്പോ മാമന്റെ മോളാണ്. നിങ്ങൾ ശരിക്കാണോ? അമ്മന്റെ പൊണ്ണ് ശരിക്കാണോ അച്ഛനീ? അച്ഛ വരി. ക്ലിപ്പ് കെട്ടിച്ച് വേണമോ? ക്ലിപ്പ് കെട്ടിച്ച് വേണമോ? 30 രൂപ ക്ലിപ്പ്, 20 രൂപ ക്ലിപ്പ്. ചെരുപ്പുള്ള ഇവിടെ ഉണ്ടോ? ചെരുപ്പ്
അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരുകയാണ് കേട്ടോ. ആക്ച്വലി പഴനി പോകുന്നവർ പാലാരിമടം ത്രൂ പോവുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് നടക്കും. അത് നമുക്ക് അവിടെ അധികം ഒന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ അവിടെ അറിയുന്ന ഒരാളുണ്ടാകുമ്പോൾ കുറച്ച് ഹെൽപ്പ് ആയിരിക്കുമല്ലോ. അച്ഛൻ ഉറങ്ങി തൂങ്ങുകയാണ് കേസ്. ഓക്കെ, എല്ലാവരും നല്ല ക്ഷണിത്തത്. അപ്പുറത്ത് വേറൊരുത്തി എല്ലാവരും നല്ല ഉറക്കത്തിലാണ് കണ്ടോ. അപ്പോൾ ഞാൻ ഉറക്കത്തിൽ എണീറ്റപ്പോൾ ഒരു വീഡിയോ എടുത്തതേ ഉള്ളൂ കേട്ടോ. അല്ലാതെ ഞാൻ ഉറങ്ങാണ്ടിരിക്കുകയല്ല. എൻ്റെ സൊട്ടുമണിയും ഉണ്ട് കേട്ടോ കൂടെ. ഇപ്പം കഴിച്ചതൊക്കെ ട്രാവൽ ചെയ്യുമ്പം കവറിലാക്കാനുള്ള പ്ലാനിലാണ് അമ്മ. കവറൊക്കെ ആദ്യം വാങ്ങി വെക്കും. കാരണം വണ്ടി കയറി ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി കുറച്ച് കൂടുതലാണ് അമ്മയ്ക്ക് കേട്ടോ. ഇതങ്ങോട്ട് പിടിക്ക. അത് ദുർക്ക ഒട്ടും. എന്നാ ശരി കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോണ വഴിക്ക് ഞങ്ങൾക്ക് നൈസായിട്ടൊരു പണി കിട്ടി. ടയറിനൊരു കംപ്ലയിൻറ്റ് വന്നു കേട്ടോ. അങ്ങനെ തൃശ്ശൂരൊക്കെ എത്താൻ നേരത്താണ് ടയറിന് കംപ്ലയിൻറ്റ് വന്നത്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ നന്നാക്കുകയാണ്. ടയർ നന്നാക്കണ്ടേതോ? ടയറിന് എന്താ പറ്റിയേ മോനെ? ടയറിന് എന്താ പറ്റിയേ? പഞ്ചറായോ? ഐ സീ. അങ്ങനെ അതൊക്കെ ഒരു വിധത്തിൽ ശരിയാക്കി ഞങ്ങൾ ഗുരുവായൂരെത്തി ഗൈസ്. കുറേ കാലങ്ങൾക്ക് ശേഷം അപ്പോഴാണ് ഞാൻ ഗുരുവായൂർ പോണത് കേട്ടോ. അപ്പോൾ ഭയങ്കര ഒരു ഫീലായിരുന്നു. എന്താ പറയുക, വീണ്ടും തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ പോകാൻ തോന്നുന്നൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ റൂം എടുത്തു. ചെരുപ്പില്ല. കടയിൽ എന്തായാലും കയറണം കേട്ടോ. അടിയന്തരമോ എന്തെന്തരമോ, നീ നല്ലൊരു ഹസ്ബൻഡ് എന്നൊരു അറിയട്ടെ. അപ്പൊ നിങ്ങളെ ചാനൽ റീച്ച് കൊടുക്കും. നിങ്ങളുടെ ഏരിയ അതല്ല അല്ലൂസിന്റെ മുണ്ടല്ലേ? രണ്ടും ഉണ്ട്. വന്നു അപ്പോ വെച്ചോളി.
റീൽസിന് വേണ്ടിയിട്ടുള്ള തകൃതിയായ റിഹേഴ്സലുകളാണ് നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഫുള്ളിങ്ങനെ കുറേ വീഡിയോസൊക്കെ എടുത്തു. നമ്മളിങ്ങനെ കാണാറുണ്ടല്ലോ ഗുരുവായൂർ പോകുമ്പോൾ എല്ലാവരും കയ്യും പിടിച്ച് അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ അതുപോലെ ഞാനും കുറച്ചൊക്കെ എടുത്തു വെച്ചു. ഇതൊക്കെ എഡിറ്റ് ചെയ്തിട്ടാണ് പിന്നെ ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തത്. ഓക്കെ, അങ്ങനെ എൻ്റെ കെട്ടിയോനോട് പറഞ്ഞു കൈ പിടിച്ചിട്ട് മുന്നിൽ ഓടി നടന്നോളൂ. അങ്ങനെ മൂപ്പര് ഓടി നടന്നു. പക്ഷേ ഈ ഒരു വീഡിയോ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള റീൽസാണ് ഇതൊക്കെ ഞാൻ ഓൾറെഡി ഇൻസ്റ്റയിൽ ഇട്ടതാണ്. മേ ബി നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. ഓക്കെ, ആൻഡ് ഈ ഒരു എനിക്ക് ഭയങ്കര ആഗ്രഹം കേട്ടോ, ഇവിടെ നിന്ന് മാല ഇടണം എന്നുള്ളത് ഭയങ്കര ഒരു ആഗ്രഹമാണ്. ഇനി എപ്പോഴെങ്കിലും നടക്കുമായിരിക്കും, എപ്പോഴാണെങ്കിൽ നമുക്ക് ചെയ്യാമല്ലോ. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അവിടെ നിന്ന് തുളസി മാല ഇടണം എന്നുള്ളത്. നോക്കാം, എപ്പോഴെങ്കിലുമൊക്കെ നടക്കുമായിരിക്കും. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ അവിടെ ഇരുന്ന് കുറച്ച് നേരം അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. നല്ലൊരു ആംബിയൻസ് ആണ് അല്ലേ, ശരിക്കും പോയവർക്ക് അറിയാൻ പറ്റും. ഭയങ്കര ഒരു കൂളായിട്ടുള്ള ഭയങ്കര കാമായിട്ടുള്ള ഒരു ഏരിയ. സംഭവം സൗണ്ട് ചുറ്റിലും ഉണ്ട്, പക്ഷെ എന്നാൽ പോലും നമുക്ക് ഫീൽ ആക്ച്വലി പുറത്തിരിക്കുന്നതിലും കൂടുതൽ എനിക്കിഷ്ടം അതിൻ്റെ ഉള്ളിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അമ്പലത്തിൻ്റെ ഉള്ളിൽ പിന്നെ ഫോൺ അലൗഡ് അല്ലല്ലോ. അവിടെ ഇരിക്കുന്ന സമയത്ത് ഫോണില്ല, ഒന്നുമില്ല. നമുക്ക് അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് നല്ലൊരു ആംബിയൻസ്, നല്ലൊരു എന്താ പറയുക മൈൻഡ് പ്ലസൻ്റ് ആക്കണ ഒരു ഫീലാണ് കേട്ടോ. ഒരുത്തി പ്ലസൻ്റായിട്ട് കിടന്ന് ഉറങ്ങാൻ തോന്നുന്നു ഗൈസ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ചോറുകൊണ്ടൊന്നും നമ്മൾ ഫോണൊന്നും ഉള്ളിൽ കയറ്റില്ല. അവിടെ ക്യാമറയുണ്ട്. അപ്പോൾ നമ്മൾ അവരെ കൊണ്ട് എടുപ്പിച്ച് അവർ നമുക്ക് പിന്നീട് സെൻഡ് ചെയ്ത് തരിക ചെയ്യാം കേട്ടോ. അപ്പം ആ പിക്ക് ഞാൻ ലാസ്റ്റ് ഇതിൽ കൊടുക്കാം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ അങ്ങനെ എടുത്തു കേട്ടോ. അതൊക്കെ പണ്ട് എടുത്ത് വെച്ചതൊന്നും ഞാൻ പോസ്റ്റ് ചെയ്തിട്ട് പോലും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എനിക്ക് ഒന്നാമത് മടിയാണ്, അത് അറിയാലോ, മടിയാണ്. പണ്ട് എടുത്ത് വെച്ച വീഡിയോസൊക്കെ അങ്ങനെ കിടക്കുന്നുണ്ട്. പക്ഷേ ഇനി പയ്യെ എല്ലാം ഇങ്ങനെ പൊടി തട്ടി എടുത്ത് ഞാനിങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അങ്ങനെ ഞാൻ തുമ്പിപ്പണ്ണിനെ എടുത്ത് എന്തൊക്കെയൊക്കെയോ കാണിക്കുന്നുണ്ട്. ഇപ്പം എനിക്ക് കാണുമ്പോൾ എനിക്ക് ഭയങ്കര തടി കൂടിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇപ്പോൾ കുറേയൊക്കെ അങ്ങനെ മെലിഞ്ഞ് വയറൊക്കെ കുറേ പോയി. ഇനിയും ഉണ്ട് കേട്ടോ, ഇനിയും പോകാനുണ്ട് അത്രേ. അങ്ങനെ പെട്ടെന്നൊന്നും അത് പോകില്ലല്ലോ. അങ്ങനെ അതിലെ അങ്ങോട്ട് തലങ്ങും വിലങ്ങും നടന്ന് വീഡിയോ എടുക്കലായിരുന്നു. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ. അങ്ങനെ ഞങ്ങളിതാ തൊഴുതു. തുണിയൊക്കെ കാണിക്കല്ലടി. അല്ലൂട്ടാ എവിടെ പോവാ? അച്ഛൻ ബാത്റൂമിൽ. എനിക്കറിയില്ല, അവനോട് പറയാൻ ഞാൻ കുറെ നേരം പറയുന്നു. നോക്കട്ടെ, സാധനങ്ങൾ നോക്കട്ടെ. ഇതൊക്കെ നിന്റെ അമ്മയെ കാണിച്ചു കൊടുക്കണം. അമ്മയ്ക്ക് അച്ഛന് ഹോട്ടലിൽ വെക്കാനുള്ള സാധനം. അതെ 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 അതെ. വെറുതെ വില ചോദിക്കരുത്. അപ്പോ വെറുതെ വില ചോദിച്ചിട്ട് ഇങ്ങനെ പോവാ. കൊണ്ടാണ് ഇവൻ ആരെയെന്ന് വടിയിലേക്കോ? അല്ലല്ല അതല്ല. അല്ല സേ ഹായ് പറയും. എത്ര കിലോമീറ്റർ ഉണ്ട് ഈ മഹാക്ഷേത്രം, മഹാവിഷ്ണു ക്ഷേത്രം? അതൊക്കെ അവിടെയാ? എനിക്കറിയില്ല. വീടിന്റെ അടുത്ത് എത്തിയ അമ്മയെ കാണാത്ത ദുഃഖത്തിലാണ് അച്ഛൻ. കണ്ടോ ഭാര്യ വീട്ടിലേക്ക് പോകുന്നതിന്റെ ഉത്സാഹം കണ്ടോ? Head southeast, then turn right. Turn right, then turn right. എന്റെ വ്ളോഗ് ഞാൻ മറന്നു തന്നെ പോയി. എടാ വ്ളോഗേഴ്സ്, നിങ്ങൾ തുടക്കത്തിൽ മാത്രമേ ശുഷ്കാന്തിയുള്ളല്ലോ. അതെന്താ തേജു? രസണ്ട്. മതി കേട്ടോ. അപ്പൊ നിന്റെ വയറ് ഹൈലൈറ്റ് ചെയ്യുന്നത് സോറി. ചെറിയ വന്നിട്ടുണ്ട് രാവിലെ ജമ്മുവിലേക്ക്. അതാ
ഞങ്ങൾ അവിടെ ചെന്ന് അന്ന് വിനീഷേട്ടൻ്റെയും സൂര്യൻ്റെയും വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ. സോ അവിടുന്ന് കേക്ക് കട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. വിനീഷേട്ടനായിരിക്കും. എന്താണ് അയ്യോ ഡോർ തുറന്നിട്ടുണ്ട്. അപ്പൊ വേറെ ആരോ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരുകയാണ് ഗൈസ്. നല്ല സന്ധ്യാസമയമാണ് കേട്ടോ. നല്ല വ്യൂ ആയിരുന്നു ഫുള്ള്. അവിടെ പാടങ്ങളും ഒക്കെ ആയിട്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇതാ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ചോറൂണിൻ്റെ കലാപരിപാടികൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. കാരണം നിങ്ങൾ നമ്മൾ എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് വീഡിയോസിലുള്ള ഒരു എനർജി കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഞാനും കൂടുതൽ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. പിന്നെ കമൻറ്റ് ചെയ്യുക. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് നമുക്ക് കമൻറ്റ്സ് വായിക്കാനും അതിന് റിപ്ലൈ തരാനും. അപ്പോൾ എന്നെക്കൂടെ പറ്റുന്ന മാക്സിമം ഞാൻ റിപ്ലൈ തരാറുണ്ട്. അതിനായിട്ട് ഞാൻ ടൈം കണ്ടെത്താറുണ്ട്. സോ കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സിന് വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ് ഗൈസ്. ഓക്കെ, അപ്പം എല്ലാവർക്കും താങ്ക് യു സോ മച്ച് വീഡിയോ കണ്ടതിന്. അതുപോലെ ഇനിയും വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അല്ലേ അല്ലൂട്ടാ? താങ്ക് യു പറ. താങ്ക് യു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ പറയും. സബ്സ്ക്രൈബ് ചെയ്യണേ. ചെയ്യണേ. ഓക്കെ, ചാച്ചാ.